നമസ്കാരം. ബിഗ് ലേണിംഗിൻ്റെ KCB വർക്കറുമായിട്ട് ബന്ധപ്പെട്ട ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെയുള്ള സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ട്, എസ്പെഷ്യലി ITI അല്ലെങ്കിൽ പോളി ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ KCB വർക്കറിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ക്വസ്റ്റ്യനുകൾ കൂടുതൽ കാണുന്നോ, അത് ഇത്തരത്തിലുള്ള നിങ്ങളുടെ മറ്റ് എക്സാമുകളെയും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അതല്ലെങ്കിൽ KCB വർക്കർ മുതലായ ITI ബേസ്ഡ് ക്വാളിഫിക്കേഷൻസ് ഉള്ള മറ്റെല്ലാ എക്സാംസിനും ഈ ഒരു സംഗതി കുറച്ചും കൂടെ ഉപയോഗപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇലക്ട്രീഷ്യൻ ആ തരത്തിലുള്ള എക്സാമുകൾക്കെല്ലാം പോളി ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് വരുന്ന എക്സാംസിനെല്ലാം അത് ഉപയോഗപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കൂടുതൽ ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഫീഡ് ആകുമ്പോൾ ബാക്കിയുള്ള എക്സാംസിന് വരുമ്പോഴും, ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ITI അല്ലെങ്കിൽ പോളി ബേസ്ഡ് പരീക്ഷ വരുമ്പോഴും ഒരു 30 മാർക്ക് 35 മാർക്ക് അടുപ്പിച്ച് നമുക്ക് എപ്പോഴും സ്ഥിരമായി ഒരു ത്രഷോൾഡ് പോലെ നമ്മൾ സ്കോർ ചെയ്ത്, അത് ഡീഫോൾട്ടായിട്ട് നമ്മളത് സ്കോർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ കാണുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിനെ കൂടുതൽ കാണാൻ ശ്രമിക്കുക, കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. മോക്ക് ടെസ്റ്റുകൾ അങ്ങനെയുള്ള സംഗതികൾ കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടെങ്കിൽ അത് സ്വയം ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എത്ര സമയം കൊണ്ട് ചെയ്ത് തീരുന്നു, ഇത്ര സമയത്തിനകത്ത് നമുക്കൊരു 80+ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് നമ്മൾ സ്വയം ഒരു വിലയിരുത്തലുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ പഠനം ഒരു കൃത്യമായ വഴി കൂടെ മുന്നോട്ട് പോകത്തുള്ളൂ. ചിതറിത്തെറിച്ച് പഠിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു കൃത്യം സ്ട്രക്ചറിൽ നമുക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഏരിയ ആണ്. റെസിസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. സോ വി വിൽ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ചോദ്യം, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്? റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ജനറലി ഒന്ന് നോക്കാം. റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് റെസിസ്റ്റേഴ്സ്. ആദ്യം ലെങ്ത്, ദെൻ ഏരിയ, ദെൻ ടെമ്പറേച്ചർ, ദെൻ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഇത്രയും കാര്യങ്ങളാണ് ജനറലി റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. ലെങ്തിനെയും ഏരിയനെയും കൂടെ ചേർത്ത് ഡയമെൻഷൻ ഓഫ് ദ മെറ്റീരിയൽ എന്നുള്ള ഒറ്റ പേരിൽ വേണമെങ്കിലും പറയാം. ഡയമെൻഷൻ ഓഫ് ദ മെറ്റീരിയൽ എന്നുള്ള ഒറ്റ ചുരുക്കപ്പേരിൽ പറയാം, ലെങ്തിനെയും ഏരിയനെയും കൂടെ ചേർത്ത്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ലെങ്ത്. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ടെമ്പറേച്ചറുമായുള്ള ഡിപ്പെൻഡൻസ് ഏത് മെറ്റീരിയൽ ആണ് എന്നുള്ളതനുസരിച്ചിരിക്കും. റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കണ്ടക്ടറാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്ന മെറ്റീരിയൽ കണ്ടക്ടറും, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്ന മെറ്റീരിയൽസ് സെമി കണ്ടക്ടറും ഇൻസുലേറ്ററുമാണ്. അപ്പോൾ ടെമ്പറേച്ചറുമായിട്ട് ഡയറക്റ്റ് ഒരു ഇന്നർ റിലേഷൻ എന്ന് പറയാനുള്ളതിനേക്കാൾ മെറ്റീരിയൽ അനുസരിച്ചായിരിക്കും അത് മാറുന്നത്. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, മെറ്റീരിയലിൻ്റെ ഫോം ഗ്യാസ് ആണോ ലിക്വിഡ് ആണോ സോളിഡ് ആണോ എന്നുള്ളതനുസരിച്ചും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറും. സോ ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ആർക്കാണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ? ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഓപ്ഷൻ സി. ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് 1/ഏരിയ. ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഏരിയയുമായിട്ട് അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഇനി ആ മെറ്റീരിയലിൻ്റെ യഥാർത്ഥത്തിലുള്ള ജോമെട്രിക് ഷേപ്പ് അറിയാതെ നമ്മളിത് പറയുന്നത് ശരിയല്ല. ലെങ്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞത് 2πr നമ്മൾ ആ മെറ്റീരിയലിൻ്റെ പെരിമീറ്റർ ആയിട്ട് പറയാറുണ്ട്. സർക്കുലർ ആണെങ്കിൽ 2πr ആണ് പെരിമീറ്റർ, അല്ലെങ്കിൽ π × D അതിൻ്റെ പെരിമീറ്റർ ആയിട്ട് പറയാറുണ്ട്. പെരിമീറ്റർ മീൻസ് ആ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് ആയിട്ടാണ് നമ്മൾ അതിനെ കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡയമീറ്റർ എന്ന് പറയാം. അതല്ലെങ്കിൽ ഏരിയ ബേസ്ഡ് ആയി പറയുവാണെങ്കിൽ ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് πr². ഡയമീറ്റർ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ π × diameter square by 4 എന്നുള്ള ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുക. π × d²/4. ഒന്നുമില്ല, റെസിസ്റ്ററിന് പകരം d/2 ഇട്ടപ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് π × d²/4. അങ്ങനെ നോക്കുവാണെങ്കിൽ റെസിസ്റ്റൻസ് ഈസ്
ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡയമീറ്റർ. അങ്ങനെ വേണമെങ്കിലും റിലേഷൻ വരാം. അധികം കൺഫ്യൂഷൻസിലോട്ടൊന്നും പോകണ്ട. ഇവിടെ അത്രയും ഡീറ്റെയിൽ ആയിട്ടല്ല ചോദിച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് ആരുമായി ഡയറക്ട്ലി പ്രപ്പോർഷണൽ, ലെങ്തുമായി ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ആരുമായി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, ഏരിയയുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. വോളിയം ഇതിനകത്ത് വരുന്ന ഫാക്ടർ അല്ല, അതുകൊണ്ട് നമ്മൾ അതിനെ വിട്ടു. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്നുള്ളതിന് പകരം സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നുള്ള വാക്ക് വേണമെങ്കിലും ഉപയോഗിക്കപ്പെടാം. സ്പെസിഫിക് റെസിസ്റ്റൻസ്. നേരത്തെ എഴുതിയ ഇക്വേഷൻ, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ. രണ്ടും കൂടെ ചേർത്ത് എഴുതിയാൽ റെസിസ്റ്റൻസ് ഈസ് പ്രപ്പോർഷണൽ ടു L/A എന്ന് എഴുതാം. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റൻറ്റിനെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിച്ചാൽ കൃത്യം ഇക്വേഷൻ റെസിസ്റ്റൻസ് R is equal to rho L/A, where rho is the resistivity or specific resistance, L is the length of the material, A is the area of the material. അപ്പോൾ റെസിസ്റ്റിവിറ്റി ആണ് റോ എന്ന് പറയുന്നത്. റോ ഇസ് ദ റെസിസ്റ്റിവിറ്റി. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഇതിനകത്ത് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിലുള്ള യൂണിറ്റ്സ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, റോയുടെ യൂണിറ്റ് നമുക്ക് അറിയത്തില്ല, ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഒരു മീറ്റർ ക്യാൻസലായി പോകുന്നു. ഇതിനെ ഒന്ന് ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റോയുടെ യൂണിറ്റ് ഓം ഇൻറ്റു മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓം മീറ്റർ. ഓം മീറ്റർ എന്നുള്ളതിന് പകരം ചിലപ്പോൾ ഇവിടെ സ്റ്റാൻഡ് SI യൂണിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് ആ ഓം മീറ്റർ വന്നേ. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞ് ഓം മീറ്ററിന് പകരം ഓം സെൻറ്റിമീറ്ററോ ഓം മില്ലിമീറ്ററോ അങ്ങനെ ഏത് വന്നാലും SI യൂണിറ്റ് അല്ല, യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയാണ്. SI യൂണിറ്റ് ആയതുകൊണ്ടാണ് ഓം മീറ്റർ. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ. റെസിസ്റ്റിവിറ്റി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്? ലെങ്ത്, ഏരിയ, ടെമ്പറേച്ചർ ആൻഡ് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനിൽ എല്ലും എയും എല്ലാം ഉള്ളത് കൊണ്ട് നമുക്കത് തോന്നും. ബട്ട് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയൽ ഏതാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് സെക്കൻഡ് വൺ ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെയും മെറ്റീരിയലിനെയും മാത്രമാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുക. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ലെങ്ത്, റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഏരിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, തെറ്റാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ബിക്കോസ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനിലും ലെങ്തും ഏരിയയും എല്ലാം നമുക്ക് അവിടെ ഇക്വേഷനിൽ കാണാൻ പറ്റും. പക്ഷേ അവരുമായിട്ടൊന്നും റെസിസ്റ്റിവിറ്റിക്ക് ഡിപ്പെൻഡൻസ് ഇല്ല. മൂന്നാമത്തെ ചോദ്യം. വിച്ച് മെറ്റീരിയൽ ഹാസ് ഹയർ റെസിസ്റ്റൻസ് ഫോർ ദ സെയിം ഡയമെൻഷൻസ്? ഈ കൂട്ടത്തിൽ റെസിസ്റ്റൻസ് കൂടിയ ആൾ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ അല്ലെങ്കിൽ നേരത്തെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ആ സെഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ കോപ്പറും സിൽവറും അലൂമിനിയവും കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ്. നിക്രോം ഹാസ് ഹൈ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി കൂടിയ ആളാണ് നിക്രോം. ഹൈ റെസിസ്റ്റൻസ് ഉള്ള ആളാണ് നിക്രോം. നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും അലോയി ആണ് നിക്രോം. ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റൻസ്. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും കൂടെ ക്ലിയറായി പറഞ്ഞാൽ ഹീറ്റിംഗ് എലമെൻറ്റ്സ്, ഹീറ്റേഴ്സിനകത്തൊക്കെ ഹീറ്റിംഗ് എലമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് നിക്രോം. നിക്രോം ഇസ് ദ മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് ഹീറ്റിംഗ് എലമെൻറ്റ്സ്. ഈ ഇലക്ട്രിക് ഹീറ്റേഴ്സിലൊക്കെ ഹീറ്റിംഗ് എലമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് നിക്രോം, വിച്ച് ഹാസ് വെരി ഹൈ റെസിസ്റ്റൻസ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹീറ്റ് എനർജി കാര്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ആളാണ് നിക്രോം. വിത്തൗട്ട് ചേഞ്ച് ഇൻ ഡയമെൻഷൻസ്, ഉരുകി പോവുകയോ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ആളാണ് നിക്രോം. അപ്പോൾ ടെമ്പറേച്ചർ കാര്യമായി കൂടിയാൽ പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ ആ ഹീറ്റ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയ ആളാണ് നിക്രോം. ഓക്കെ, കോപ്പറും സിൽവറും അലൂമിനിയവും കണ്ടക്ടേഴ്സ് ആണെന്ന് ഓർമ്മയുണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡബിളിംഗ് ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ലെങ്ത് ഡബിൾ ആക്കിയാൽ, ലെങ്തിനെ പറ്റി മാത്രമേ മിണ്ടിയിട്ടുള്ളൂ. വലിച്ചു നീട്ടുക, കംപ്രസ് ചെയ്യുക, ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ഓർ കംപ്രസ്ഡ്, അങ്ങനെയുള്ള വാക്കുകൾ വന്നാൽ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. ഇവിടെ ഡബിളിംഗ് ദ ലെങ്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യം മാത്രം നമ്മുടെ ചെവിയിലോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ തലയിലോട്ട് വന്നാൽ മതി. ഡബിളിംഗ് ദ ലെങ്ത്, ലെങ്ത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. റെസിസ്റ്റൻസും ലെങ്തും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ലെങ്ത് ഡബിൾ ആക്കിയാൽ റെസിസ്റ്റൻസും ഡബിൾ ആക്കണം. സോ വാട്ട് ഹാപ്പൻസ് ടു ദ റെസിസ്റ്റൻസ്? ബിക്കംസ് ഡബിൾ.
റെസിസ്റ്റൻസ് ബിക്കംസ് ഡബിൾ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ള റിലേഷൻ മാത്രം സമാധാനത്തെ ആലോചിച്ച് ഉത്തരത്തിലേക്ക് എത്തുക. ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസ് ഒഴിവാക്കുക. വിച്ച് വയർ ഇസ് കോമൺലി യൂസ്ഡ് ഇൻ ഹീറ്റിംഗ് എലമെൻറ്റ്സ്? ഹീറ്റിംഗ് എലമെൻറ്റ്സിൽ ഉപയോഗിക്കപ്പെടുന്ന വയർ ഏത്? കോപ്പർ കണ്ടക്ടറാണ്, അലൂമിനിയം കണ്ടക്ടറാണ്, സിൽവർ കണ്ടക്ടറാണ്. ആ പുള്ളിക്കാരന്മാരെ വെച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അവരും ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളവരാ. പക്ഷേ ഹീറ്റിംഗ് എലമെൻറ്റ്സിൽ ഉപയോഗിക്കുന്ന ആളുടെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആയിരിക്കണം, എന്നാലേ ആ ഹീറ്റ് കൂടുതൽ ഡെലിവർ ആയി കിട്ടത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് എനർജിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ശേഷിയുള്ള ആൾ ഈ കൂട്ടത്തിൽ നിക്രോമാണ്. നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും അലോയായ നിക്രോമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റെസിസ്റ്റൻസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഒരു മെറ്റാലിക് കണ്ടക്ടറിൻ്റെ കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസിന് എന്ത് പറ്റും? ഇൻ മെറ്റൽസ്, when temperature increases, resistance also increases. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണോ കുറയുകയാണോ എന്ന് തിരിച്ചറിയാനുള്ള വഴി ആൽഫ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അറിയുക എന്നുള്ളതാണ്. ആൽഫ ഈസ് കോൾഡ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ റെസിസ്റ്റൻസ്. ആൽഫ പോസിറ്റീവ് ആണ് ഇൻ കേസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടേഴ്സ്. മെറ്റൽസ് എന്നുള്ള വാക്ക് മാത്രം വരാം, കണ്ടക്ടേഴ്സ് എന്നുള്ള വാക്ക് മാത്രവും വരാം. ആ രണ്ട് കേസിലും ആൽഫ പോസിറ്റീവാണ്. ആൽഫയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ റെസിസ്റ്റൻസ് അറ്റ് എനി ടെമ്പറേച്ചർ ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 0 ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ടി, വേർ ആർ ടി ഈസ് ദ റെസിസ്റ്റൻസ് അറ്റ് എനി ടെമ്പറേച്ചർ, R0 is the resistance at 0 temperature, 0 degree എന്ന് വെച്ചാൽ 0 കെൽവിൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ആൽഫ, ഇത് കെൽവിൻ വേണമെങ്കിലും ആകാം, ആൽഫ ഡിഗ്രി സെൽഷ്യസിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് 0 വാല്യൂ ആകാം. ആൽഫ ഈസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, ടി ഈസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ആൽഫ പോസിറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടുന്നതായി കാണാം. മെറ്റൽസിൽ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൽ ആൽഫ പോസിറ്റീവ് ആണ്. ദെയർഫോർ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. ബട്ട് ഇൻ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ ഈസ് നെഗറ്റീവ് ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇപ്പോൾ നമ്മളെന്താ പഠിച്ചത്? സെമി കണ്ടക്ടേഴ്സിലും ഇൻസുലേറ്റേഴ്സിലും നെഗറ്റീവ്, കണ്ടക്ടേഴ്സിൽ പോസിറ്റീവ്. കഴിഞ്ഞല്ലോ? ഇല്ല. ആൽഫ ഓൾമോസ്റ്റ് 0 ആയ 2 ആൾക്കാരും കൂടെ ഉണ്ട്. അതായത് ടെമ്പറേച്ചർ മാറിയാലും റെസിസ്റ്റൻസ് കാര്യമായി ചേഞ്ച് ചെയ്യാത്ത 2 പേരും കൂടെ. അവരാണ് കോൺസ്റ്റാൻറ്റിൻ ആൻഡ് മാൻഗനിൻ. കോൺസ്റ്റാൻറ്റിനും മാൻഗനിനും അലോയ്സ് ആണ്, പക്ഷേ ദേ ആർ യൂസ്ഡ് ടു മേക്ക് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസസ്. എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ അനുസരിച്ച് റെസിസ്റ്റൻസ് മാറാത്തത് കൊണ്ട്. ടെമ്പറേച്ചർ മാറിയാലും റെസിസ്റ്റൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നവരുടെ ആൽഫ വിൽ ബി അപ്രോക്സിമേറ്റ്ലി 0. ആരൊക്കെയാ? കോൺസ്റ്റാൻറ്റിനും മാൻഗനിനും. അപ്പോൾ കണ്ടക്ടറിൻ്റെ കാര്യം അറിയാം, അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ കാര്യം അറിയാം, സെമി കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും കാര്യം അറിയാം. ആൽഫ അപ്രോക്സിമേറ്റ്ലി 0 ആയ 2 പേരെ അറിയാം, കോൺസ്റ്റൻറ്റിൻ ആൻഡ് മാൻഗനിൻ. എല്ലാവരെയും കൂടെ ചേർത്ത് ഓർത്താൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവറാവും. കാർബൺ എന്ത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്? നിങ്ങൾ തന്നെ മനസ്സിലാലോചിച്ച് നോക്കൂ. കാർബൺ എന്ത് ടൈപ്പ് മെറ്റീരിയലാണ്? നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാർബൺ ഈസ് എ സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടേഴ്സിലും ഇൻസുലേറ്റേഴ്സിലും ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആർക്കാണ്? മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിനാണുള്ളത്. 0 ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആർക്കാണ്? 0 ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിട്ടുള്ള ആൾക്കാർ മാൻഗനിനും കോൺസ്റ്റാൻറ്റിനുമാണ്. അതല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടേഴ്സിനെ വേണമെങ്കിൽ പറയാം. സൂപ്പർ കണ്ടക്ടേഴ്സിനും ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ല, അവർ വലിയ കണ്ടക്ടേഴ്സ് ആയതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ടെമ്പറേച്ചർ വളരെ ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ലോ ടെമ്പറേച്ചേഴ്സിൽ മാത്രം മെഷർ ചെയ്യുന്ന ആൾക്കാരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ആ പേരും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓൾമോസ്റ്റ് 0 ഫോർ മാൻഗനിൻ ആൻഡ് കോൺസ്റ്റാൻറ്റിൻ. സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ വെരി ബെസ്റ്റ് കണ്ടക്ടേഴ്സ് അറ്റ് വെരി ലോ ടെമ്പറേച്ചേഴ്സ് ഓൺലി. കണ്ടക്ടേഴ്സിലും മെറ്റൽസിലും ആൽഫ ഈസ് പോസിറ്റീവ്, സെമി കണ്ടക്ടേഴ്സിലും ഇൻസുലേറ്റേഴ്സിലും ആൽഫ ഈസ് നെഗറ്റീവ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ റെസിസ്റ്റൻസിനെ ബാധിക്കേണ്ടാത്തതായ ആപ്ലിക്കേഷൻസ് ആണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സിനുണ്ടത്. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഏതാണ്? കോപ്പർ കണ്ടക്ടർ, ആ റെസിസ്റ്ററേ അല്ല, കളഞ്ഞു. അലൂമിനിയം കണ്ടക്ടറാ, റെസിസ്റ്റൻസ് എന്നുള്ള ഏരിയയിലേ ഉപയോഗിക്കാൻ പറ്റാത്ത ആളാണ്. സിൽവർ കണ്ടക്ടിവിറ്റി വളരെ കൂടിയ ആളാണ്. റെസിസ്റ്റൻസ് എന്നുള്ള കോസിലെ റെസിസ്റ്റൻസ് എന്നുള്ള വാക്കിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത ആളാണ്. മാൻഗനിനാണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ സി. അല്ലെങ്കിൽ കോൺസ്റ്റാൻറ്റിൻ എന്ന് വേണമെങ്കിലും ഇതേ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടക്ടിവിറ്റിനെ പറ്റിയും കൂടെ നോക്കാം. R is equal to rho L by A എന്നുള്ള ഇക്വേഷൻ ഇതിനകം പലവട്ടം നമ്മൾ എഴുതി സോൾവ് ചെയ്ത കാര്യമാണ്. അതിലെ റോയുടെ ഇക്വേഷൻ ഒന്ന് എഴുതാം. റോ ഒഴിച്ച് ബാക്കി എല്ലാവരെയും മറ്റേ സൈഡിലേക്ക് നീക്കുവാണെങ്കിൽ R ഇൻറ്റു A ബൈ L എന്നാണ് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. റോയുടെ ഇക്വേഷൻ, റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. 1/ρ is equal to സിഗ്മ. കണ്ടക്ടിവിറ്റി സിഗ്മയാണ് കണ്ടക്ടിവിറ്റിയുടെ സിമ്പൽ. അപ്പോൾ സിഗ്മ 1/ρ ആണ്. ഓക്കെ, റോയുടെ യൂണിറ്റ് എന്താ? റോയുടെ യൂണിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, ഓം മീറ്റർ ആണ്. ഓം മീറ്റർ. അപ്പോൾ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താ? നമുക്ക് ഇതിനകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ, കണ്ടക്ടിവിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു L ബൈ R ഇൻറ്റു എ എന്നാണ്. L ബൈ R ഇൻറ്റു എ. L ലെങ്ത് മീറ്ററാണ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു മീറ്ററും കൂടെ ക്യാൻസലായി. 1/ohmന് പകരം സീമെൻസ് എന്ന് എഴുതാം. 1/ohmന് പകരം സീമെൻസ്, ഡിനോമിനേറ്ററിൽ ഒരു മീറ്ററും കൂടെ ഉണ്ട്, സീമെൻസ് പെർ മീറ്റർ. സിമ്പിളായിട്ട് ആ ഇക്വേഷൻ എഴുതി നോക്കിയാൽ 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് സോൾവ് ചെയ്യാം, കാണാതെ പഠിച്ചില്ലെങ്കിൽ കൂടി. ഓർത്തിരുന്നാൽ അത്രയും നല്ലത്. റിപ്പീറ്റഡായി ഈ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ഈ യൂണിറ്റ്സ് മാത്രം ഒരു ചെറിയ പേപ്പറിനകത്ത് ഇന്ന മോഡ്യൂളിൽ നിന്നുള്ള യൂണിറ്റ്സ് മാത്രം, അല്ലെങ്കിൽ ബേസിക് ഇക്വേഷൻസ് മാത്രം, ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ള 5 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം, പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള 5 എണ്ണം, ഇങ്ങനെ നമ്മൾ ചെറിയ നോട്ട്സ് ആയിട്ട് എഴുതിയിട്ട് മതിൽ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴോ ഇങ്ങോട്ട് പോകുമ്പോഴോ വരുമ്പോഴോ കാണുമ്പോഴോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ആവണമെന്നില്ല. ജസ്റ്റ് ഒന്ന് അതിലേക്ക് കണ്ണു പോയാൽ തന്നെ കുറേ വട്ടം അത് കണ്ട് നമ്മുടെ മൈൻഡിലേക്ക് കയറാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഓർത്തിരിക്കേണ്ട ചോദ്യങ്ങൾ കൂടുതൽ വരുന്ന ഇത്തരം എക്സാംസിനുള്ള സ്റ്റഡി ടിപ്പുകളാണ്. സാധാരണഗതിയിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന സ്റ്റഡി ടിപ്പുകളാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, സീമെൻസ് പെർ മീറ്റർ. ഇക്വേഷനിൽ ഇട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ ഓർത്ത് കണ്ടുപിടിക്കാനായാലും സംഗതി ഓക്കെയാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇതിനകം കണ്ട സെഷൻസ് വെച്ച് തന്നെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒന്നും കൂടെ പ്രോപ്പർ ആക്കാനും കൃത്യമായ ഒരു ഗൈഡൻസ്, നമുക്കൊരാൾ ഇന്ന കാര്യങ്ങൾ പഠിക്കണം, ഒരു ഏരിയയിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, ഇവിടെ ഫോക്കസ് ചെയ്താൽ മതി, ഇതാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്, ഇതാണ് കോമൺലി ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു തരാൻ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രക്ചേർഡായി പഠിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ ഓർഗനൈസ്ഡ് ആവും. നമ്മൾ റാങ്ക് എത്താനുള്ള സാധ്യത, ലിസ്റ്റിൽ എത്താനുള്ള സാധ്യത കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഓൾറെഡി നിങ്ങൾ ലിസ്റ്റിലെത്താൻ കഴിവുള്ള ഒരാളായിരിക്കും. ലിസ്റ്റിൽ കുറച്ചും കൂടെ മേളിൽ വരാനായിട്ട് വേണമെങ്കിലും ആ പ്രിപ്പറേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠന രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു കോച്ചിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനുള്ള ലിങ്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ബിഗ് ലേണിങ്ങിൻ്റെ KCB വർക്കറിൻ്റെ ഒരു ബാച്ച് റണ്ണിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. സെപ്റ്റംബറിന് മുന്നേ, ആ എക്സാമിന് മുന്നേ പോർഷൻസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കവർ ആവുന്ന രീതിയിലുള്ളൊരു ബാച്ച് റണ്ണിങ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻസിലേക്ക് പോകാം. ആ ലിങ്ക് ഇതിൽ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻസിനായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുമായി, ഇനി ഒരു ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.